ആ, ജയസുരൻ സാർ, നമ്മളൊക്കെ ഒരല്പം സങ്കടത്തോടെയാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് അനന്തു എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരൻ ഫെൻസിംഗ് വേലി തട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ കേട്ടത്. കേരളത്തിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടന്നു വരുന്നത്. പുലി കുഴിയിൽ വീഴുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ ഷോക്കേറ്റ് മരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു പരിഹാരം കാണാൻ സാധിക്കാത്ത വിധത്തിൽ വന്യജീവി ഒരു ആക്രമണം, അല്ലെങ്കിൽ വന്യജീവികളുടെ ഒരു വരവിനെ തടയാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളെ പോലും മനുഷ്യന്മാരെ കൊല്ലുന്ന രീതിയിലേക്ക് മാറാൻ കാരണം? കേരളം എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീതു ഇപ്പൊ ചോദിച്ചത്. ഇത് കേരളത്തിന്റെ മനസാക്ഷിയുടെ ചോദ്യമാണ്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ളത് സാമ്പത്തിക തട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഞാനത് വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് കേരള വനങ്ങളിലെ മൃഗങ്ങൾ മാത്രം പുറത്തിറങ്ങുന്നത്? കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ വനങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്. പക്ഷെ അവരാരും പുറത്തു വന്ന് മനുഷ്യന് ശല്യമാവുന്നില്ല. അവിടെയും കൃഷിയും കൃഷിക്കാരുമുണ്ട്. കേരളത്തെക്കാൾ കൂടുതൽ കൃഷി ചെയ്യുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ വനമേഖലയോട് ചേർന്നുള്ള കൃഷിക്കാർക്ക് ഇതുപോലെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നുമില്ല. ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. വനഭൂമിയിൽ അതിന്റെ കണക്കുണ്ട്, മൃഗങ്ങളുടെ കണക്കുണ്ട്. നമുക്കിതേക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരവുമുണ്ട്. അതിനൊക്കെ വൈൽഡ് ലൈഫ് വാർഡന്മാർ അടക്കം, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർ അടക്കം വൻതോതിൽ ശമ്പളം പറ്റുന്ന വലിയ ഉദ്യോഗ പടയുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അതായത് വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ആവാസ വ്യവസ്ഥയും ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കേരള സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ വർഷവും 48 കോടി മുതൽ 77 കോടി രൂപ വരെ അനുവദിക്കുന്നുണ്ട്. ആ പണം ഇവിടെ ലഭിക്കുന്നുമുണ്ട്. എന്തിനാണ് ഈ പണം വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് ഗവൺമെന്റ് കേരള ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതായത് വനത്തിനുള്ളിൽ കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കുക, വനത്തിന് ചുറ്റും പെട്രോളിംഗ് ശക്തമാക്കുക, നിരീക്ഷണ ക്യാമറകൾ ഘടിപ്പിക്കുക, അപകടകാരികളായ മൃഗങ്ങൾക്ക് മയക്കു വെടിവെച്ച് പിടിച്ച് അവർക്ക് കോളർ ബെൽറ്റില് ചിപ്പുകൾ ഘടിപ്പിച്ച് അവയുടെ സഞ്ചാരം നിരീക്ഷിക്കുക, ജനവാസ മേഖലകളിലേക്ക് മൃഗങ്ങൾ, ആനയാണേലും മറ്റു മൃഗങ്ങളാണേലും വന്നിറങ്ങുന്നത് തടയാൻ വേലികൾ നിർമ്മിക്കുക, വേണമെങ്കിൽ ഇലക്ട്രിക് ഫെൻസിങ് തന്നെ നിർമ്മിക്കുക, അതല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കുക, വനത്തിനുള്ളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ പൈപ്പ് ലൈനുകളും പമ്പ് ഹൗസുകളും സ്ഥാപിച്ചുകൊണ്ട് വേനൽക്കാലത്ത് അത് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് തുടങ്ങി മൃഗങ്ങളുടെ രോഗ ചികിത്സ വരെ, ആരോഗ്യ പരിപാലനം വരെയുള്ള കാര്യം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പണവും കൊടുക്കുന്നുണ്ട്. 5 വർഷം കൂടുമ്പോൾ 600 കോടി രൂപയുടെ മൃഗസംരക്ഷണ പാക്കേജ്, വന്യമൃഗ സംരക്ഷണ പാക്കേജ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഒരു പാക്കേജും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഇത്തരമൊരു വന്യമൃഗ സംരക്ഷണ പാക്കേജ്, അതിന്റെ 600 കോടി രൂപ കേരള ഗവൺമെന്റ് കൈപ്പറ്റിയിട്ടില്ല. എന്താണ് കാരണം? എല്ലാ വർഷവും കൊടുക്കുന്ന ആ തുകയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത് ഗവൺമെന്റിനെ കണക്ക് ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. അതെന്താ കാരണം? എന്താണ്? അതായത് മൃഗങ്ങൾക്ക് വേണ്ടി അനുവദിക്കുന്ന ഈ തുക ചിലവഴിക്കാത്തതിന്റെ പേരിൽ ഒരു മൃഗവും പരാതിപ്പെടാൻ പോകുന്നില്ല എന്ന് സർക്കാരിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തുക മുഴുവൻ ഒന്നുകിൽ വക മാറ്റി ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് അനുവദിച്ച 48 കോടി രൂപ വന്യജീവി സംരക്ഷണത്തിന്റെ പേരിൽ 2 ജീപ്പുകൾ മാത്രം വാങ്ങി ബാക്കി തുക ലാപ്സ് ആക്കുകയാണ് കേരളം ചെയ്തത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലെ കേരള ചരിത്രം എടുത്ത് പരിശോധിക്കൂ. വളരെ കൃത്യമായി നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. വന്യജീവി സംരക്ഷണത്തിനും അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിലേക്ക് കൊടുത്ത തുക എല്ലാം തന്നെ ലാപ്സ് ആക്കുകയാണ് ചെയ്തത്. ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചത് കേന്ദ്ര സർക്കാർ തരുന്ന സഹായത്തെക്കുറിച്ച് മാത്രമാണ്. കേരളത്തിൽ വനം വകുപ്പുണ്ട്, വനം വകുപ്പ് മന്ത്രിയുണ്ട്, വനം വകുപ്പ് സംവിധാനങ്ങളുണ്ട്. അവര് എത്ര തുക ഇതിനു വേണ്ടി ചെലവഴിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ള ഒരു ഓഡിറ്റിംഗ് കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല. ഒരു മീഡിയ പോലും ഈ ഓഡിറ്റിങ്ങിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ വലിയ ഗവേഷണങ്ങൾ നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന എത്രയോ മീഡിയ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് വനത്തിന്റെ കൊള്ളയെ സംബന്ധിച്ച് മൃഗങ്ങളോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മൃഗങ്ങൾക്ക് തരുന്ന ഫണ്ട്
തട്ടിയെടുക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ ആരും ചർച്ചയാക്കാത്തത്? ചർച്ച എന്താണ്? പുലി കിണറ്റിൽ വീണാൽ അത് ചർച്ചയാണ്. ആന മനുഷ്യനെ കൊന്നാൽ ചർച്ചയാണ്. ഇലക്ട്രിക് ഫെൻസിംഗിൽ തട്ടി കുട്ടി മരിച്ചാൽ അത് ചർച്ചയാണ്. കർഷകരെ കൊല്ലപ്പെടുന്നത് ആയിരക്കണക്കിനാണ്. നമ്മൾ ഓരോ ദിവസവും വായിച്ചു തള്ളുമ്പോൾ ഇന്ന് ഒരാളെ ആന ചവിട്ടി കൊന്നു, നാളെ രണ്ടുപേരെ കൊന്നു എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇന്ന് ഒരു കുട്ടി ഇലക്ട്രിക് ഫെൻസിംഗിൽ തട്ടി മരിച്ചു, അത്രയും നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഒരു വർഷത്തെ കണക്കെടുക്കൂ, 1000-ന് മുകളിലാണ്. ഈ കേരളത്തിലാണ്, ഇത്രയും ചെറിയ സംസ്ഥാനമായ കേരളം എന്ന് പറഞ്ഞാൽ ജനസംഖ്യയുടെ 2.5%, ഭൂവിസ്തൃതിയുടെ കേവലം 1% മാത്രമേ ഉള്ളൂ കേരളം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1% ഭൂവിസ്തൃതിയുള്ള കേരളത്തില് ആയിരക്കണക്കിന് ആൾക്കാർ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരവും ഭീകരവുമായ അനാസ്ഥയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിയമപരിപാലനത്തെ കുറിച്ച് പറഞ്ഞാൽ, ഇപ്പൊ കർണാടക വനത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ 6 മണി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പോലും കടത്തിവിടില്ല. നമ്മൾ കർണാടകത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ ചെല്ലൂ, 6 മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് അടച്ചു, പിന്നെ രാവിലെ 6 മണിക്ക് തുറക്കുള്ളൂ. കേരളത്തിലെ വനത്തിൽ എവിടെയും പോവാം, 24 മണിക്കൂർ ആർക്കും ഏതിലെയും വാഹനം ഓടിച്ചു പോവാം. അതുപോലെ മനുഷ്യന് നടന്നു പോകാം. എന്തു പ്രവർത്തനവും കേരളത്തിലെ വനത്തിനകത്ത് നടക്കും. കേരളത്തിലെ വനത്തിനകത്ത് നടക്കാത്ത കാര്യം എന്താണ്? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ വനത്തിന്റെ ഉള്ളില് കഞ്ചാവ് കൃഷിയുണ്ട്. ഇത് സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ കാണേണ്ട പോലെ കണ്ട് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് ചെടി പോലും നശിപ്പിക്കപ്പെടുകയില്ല. കേരളത്തിലെ വനത്തിനകത്ത് തീവ്രവാദി പ്രവർത്തനങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ഉണ്ട്. കേരളത്തിലെ വനത്തിനകത്ത് കാട്ടുകൊള്ള നടക്കുന്നുണ്ട്. അതായത് വനവിഭവങ്ങളും മരങ്ങളും മുറിച്ചു കടത്തുന്ന പരിപാടികളൊക്കെ കേരളത്തിന്റെ വനത്തിനുള്ളിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ കേരളത്തിലെ വനത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ വല്ല മൃഗത്തിനോടും ചോദിക്കണം. കാരണം ഇവർക്ക് അതിനകത്ത് ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ സ്വൈരക്കേടായതുകൊണ്ടാണല്ലോ വനം വിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന് നാട്ടിൽ വന്ന് വീട് വെച്ച് താമസിക്കാനുള്ള കൊതി കൊണ്ടല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ ടൂർ പോകാൻ വേണ്ടിയല്ല വരുന്നത്. അവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അതായത് ചൂട്. നമ്മള് മലയാളികൾ പൊതുവെ ചൂട് കൂടുമ്പോൾ എങ്ങോട്ടാണ് ഒരു യാത്ര പോകുന്നത്? കിഴക്കൻ മലയോരങ്ങളിലേക്കാണ് പോവുക. മൂന്നാറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തേക്കടിയിലേക്ക് പോകുന്നു. അങ്ങനെ നിരവധി മലമേഖലകളിലേക്കുള്ള ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ടൂർ പോകുന്ന ആൾക്കാരോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ, എങ്ങനെ ഉണ്ടായിരുന്നു? വാഗമണ്ണിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ മൂന്നാറിൽ പോയിട്ട്, ദേവികുളത്ത് പോയിട്ട്, അതല്ലെങ്കിൽ പീരുമേട്ടിൽ പോയിട്ട്, തേക്കടിയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കാലാവസ്ഥ എന്ന് ചോദിച്ചു നോക്കൂ. എല്ലാവരും ഒരുപോലെ പറയും, ഓ നാട്ടിലെ പോലെയൊക്കെ വലിയ വ്യത്യാസമൊന്നും അവിടെ ചെന്നിട്ട് തോന്നിയില്ല എന്നാണ് പറയാ. കാരണം ചൂട് എന്നുള്ളത് കൊച്ചിയിലും ദേവികുളത്ത് ഇന്ന് ഒരുപോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? പരിസ്ഥിതിയോടും വനങ്ങളോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടില് വലിയ അനാസ്ഥ ഉണ്ടായിരിക്കുന്നു. കുറ്റകരമായിട്ടുള്ള കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ കേരളം മുഴുവൻ ചുട്ടുപൊള്ളുകയാണ്. ഇത് വനത്തിനകത്ത് നിന്നാലും പുറത്തു നിന്നാലും ഒരേ ചൂടാണ് എങ്കിൽ മൃഗങ്ങൾ എങ്ങനെ വനത്തിനകത്ത് ജീവിക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും വനത്തിന്റെ ഒരേ പരിസ്ഥിതിയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കടന്നു വരും. ഈ അടുത്ത കാലത്ത് കൊറോണയ്ക്ക് ശേഷം റബ്ബർ വിലയിലും തോട്ടം വിളകളുടെ വിലയിലും ഉണ്ടായിരിക്കുന്ന ഇടിവിന്റെ ഫലമായി ഈ തോട്ടം മേഖല മുഴുവൻ വനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വന്യജീവികൾ ഇപ്പൊ നാട്ടിൽ സുലഭമാണ്. ഞാനൊക്കെ താമസിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലാ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പോലും കാട്ടുപന്നിയുണ്ട്, ഇവിടെ മയിലുണ്ട്, ഇവിടെ മുള്ളംപന്നിയുണ്ട്, ഇവിടെ കീരിയുണ്ട്. ആന മാത്രം വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പെരുമ്പാമ്പുണ്ട്. പുലിയെ അവിടെ ഇവിടെയൊക്കെ കണ്ടു എന്ന് ആൾക്കാർ പറയുന്നു. അത് നേരിട്ട് വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആരെയും പിടിച്ചു തിന്നിട്ടും ഇല്ലാന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരു വനത്തിൽ ജീവിക്കുന്ന പോലെയാണ്. ആലപ്പുഴ ജില്ലയിൽ വനമില്ലെങ്കിലും വന്യജീവി ഉണ്ടെന്നാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അറിവ്. കാരണം എന്താ? ഈ വന്യജീവികൾ ഇറങ്ങി ആലപ്പുഴ വരെ വന്നിരിക്കുന്നു. അപ്പോ ഇത്രയും ഒരു ദുരവസ്ഥ ഉണ്ടാവാനുള്ള കാരണം ഇവിടുത്തെ വനം വന്യജീവി വകുപ്പ്, അതിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടം, സംസ്ഥാന സർക്കാർ ഈ വകുപ്പിനെ കേവലം ഒരു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് വേണ്ടത് വേണ്ട പോലെ ചെയ്യുന്നില്ല. എന്നാൽ അത് വേണ്ടത് വേണ്ട പോലെ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ സർക്കാർ തയ്യാറാണോ? സർക്കാരും തയ്യാറല്ല. കിട്ടുന്ന പണം ഒട്ടടിക്കുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം വന്യജീവികൾ കൂടുതൽ ഭൂമിയിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് സ്വന്തമായി ഇലക്ട്രിക് ഫെൻസിങ് കൊടുക്കേണ്ടി വരും. ഈ ഇലക്ട്രിക് ഫെൻസിങ് എന്നൊക്കെ പറയുന്നത് കൃഷി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതാണ്.
ആ കൃഷി സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള ഫണ്ടിൽ നിന്നാണ് പണം എടുക്കേണ്ടത്. ഇതൊന്നും കേരള സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. അപ്പം മനുഷ്യൻ സ്വന്തമായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് കൊടുക്കേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും മറ്റുള്ളിടത്തു നിന്നും ലോൺ എടുത്ത് ചെയ്തിരിക്കുന്ന കൃഷി സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കർഷകൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഗതികേടിനാണ് ഇലക്ട്രിക് ഫെൻസിങ് ഇടുന്നത്, അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടോ അത് സുഖമുള്ള കാര്യമായിട്ടോ ഒന്നുമല്ല. കാരണം ഈ ഇലക്ട്രിക് ഫെൻസിങ് എന്ന് പറയുന്നത് ഈ ഇട്ട ആളുടെ കുടുംബക്കാർ തന്നെ മരിച്ചു വീഴുന്ന എത്രയോ സന്ദർഭം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ ഇത് ഓൺ ചെയ്ത് വെച്ചു, രാവിലെ ഇത് ഓൺ ചെയ്യാൻ മറന്നുപോയി. എന്നിട്ട് അതേ വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഈ വേലിയിൽ തട്ടി മരിക്കുന്ന സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗതികേട് കൊണ്ടാണ് മനുഷ്യൻ ഇത് ചെയ്യുന്നത്. അത് ഇപ്പൊ അന്വേഷണം എന്താണ്? അത് നിയമവിരുദ്ധമാണോ? കറണ്ട് എവിടുന്ന എടുത്തത്? നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനോട് ചോദിച്ചായിരുന്നോ? ഇങ്ങനെയുള്ള നിയമപരമായ ചോദ്യവുമായിട്ടാണ് സർക്കാർ നിൽക്കുന്നത്. ഈ അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഭീകരമായിട്ടുള്ള ഈ അനാസ്ഥയും ഈ ഫണ്ടിന്റെ കൊള്ളയും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ധൂർത്തും അതിനൊക്കെ കുടപിടിക്കുന്ന ഭരണകൂടവും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ദുരവസ്ഥ കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം കൃത്യമായി കേരളം വിലയിരുത്തേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അതാണ്. പക്ഷേ ജയസൂര്യൻ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ മനുഷ്യർ തന്നെ നിർമ്മിക്കുന്നു. അതിൽ തട്ടി മനുഷ്യർ തന്നെ മരിച്ചു വീഴുന്ന കാഴ്ചയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു 2 മാസത്തിനിടെ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ 2 മാസത്തിനിടെ 2 പേർ മരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു വർഷത്തെ ഒരു കണക്കെടുത്താൽ 1000-ഓളം ആളുകൾ ഇത്തരത്തിൽ മരണപ്പെട്ടു കേരളത്തിൽ എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.